ഹരിപ്രസാദും നന്ദനയും തമ്മിൽ ഇപ്പോഴും ചില രഹസ്യ ബന്ധങ്ങളുണ്ടെന്ന് മനീഷ് രവികുമാറിനെയും ജലജയും തെറ്റിദ്ധരിപ്പിക്കുന്നു. മനീഷ് ആള് ശരിയല്ലെന്നും ഹരിപ്രസാദിനെ പറ്റി പറഞ്ഞത് വെറുതെയാണെന്നും ജലജയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രവി. ലൈലയുടെ സ്ത്രീധന വിഷയത്തിൽ സുമിത്രയെ വലിച്ചിഴച്ചത് ശരിയായില്ലെന്ന് മനീഷ് തങ്കപ്പനാശാരിയോട്. പണം തട്ടിയെടുക്കാനുള്ള ചില നിർദ്ദേശങ്ങളുമായി തങ്കപ്പനാശാരി ചന്ദ്രികയുടെയും ലൈലയുടെയും മുന്നിൽ. ഇനി തുടർന്ന് കാണുക. മനീഷിന്റെ കയ്യിൽ പണം ഏൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് പോയിട്ട് ഇവൾക്ക് പോലും അവനെ വിശ്വാസമില്ല. അല്ലെങ്കിൽ വിശ്വാസമാണെന്ന് അവള് പറയട്ടെ. മനീഷിനെ വിശ്വാസമാണോ മോളെ? ആണോ മോളെ? അല്ല, മോക്കും വിശ്വാസമല്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ ദുബായിക്ക് പോകാൻ പറഞ്ഞത്. അതയാൾക്ക് വയ്യ. ഷോ, എന്റെ ചന്ദ്രിക, ദാണ്ടെ ദുബായിലെ സേട്ടുമാർക്ക് ശനിദശ തുടങ്ങാറായിട്ടില്ല. അതാ മനീഷ് അങ്ങനെ തീരുമാനമെടുത്തത്. പിടിയിട്ടില്ലയോ? ദാണ്ടെ മനീഷ് അവിടെ കാല് കുത്തിയ അതോടെ ദുബായിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. എണ്ണ കമ്പനികൾ പൂട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട മോളെ. ദാണ്ടെ ബംഗാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് പോലെ അറബികൾ നാളെ കേരളത്തിൽ വന്ന് മൈക്കാട് പണി ചെയ്യുന്നതും നമുക്ക് കാണേണ്ടി വരും. അത്ര നല്ല ജാതകമാ മനീഷിന്റെ. മനീഷേട്ടൻ അത്രയ്ക്കൊന്നും കുറ്റപ്പെടുത്തണ്ട. ഒരുഴപ്പുണ്ടെന്നുള്ളത് ശരിയാ, അത് സമയത്തിന്റെയാ. ഓ, ആ പണി സമയത്തിനിരിക്കട്ടെ. യോ, എന്റെ കൊച്ചെ, സമയത്തിന്റെ കേടൊന്നും അല്ല, പ്രോബ്ലം മനസ്സിന്റെ. അതേ ചന്ദ്രികേ, ഇച്ഛാശക്തി വേണം, ഇച്ഛാശക്തി. ഞാനും അത് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറയുന്ന അത് തന്നെ. ചുരുക്കത്തിൽ നമ്മൾ രണ്ടുപേരും പറയുന്നത് പല കാര്യത്തിലും ഒരേ മനസ്സാ ചന്ദ്രികേ. അതെന്താ അങ്ങനെ? മനപ്പൊരുത്തം ഉണ്ടാവുന്നത് തെറ്റല്ലല്ലോ, അല്ലയോ ചന്ദ്രികേ? മനീഷിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ കൈനഗരിയുടെ അഭിപ്രായം? ഷോ, എന്റെ ചന്ദ്രികയെ, വാസ്തവത്തിൽ എന്റെ ടാർഗറ്റ് മനീഷ് അല്ല. ഈ നിൽക്കുന്ന ലൈലമോള. ലൈലമോളെ നല്ല ജീവിതമാ. ചന്ദ്രികയെ, ഇങ്ങോട്ട് വന്നേ. സുമിത്ര മകന് വേണ്ടി സ്ത്രീധന പണം വാങ്ങില്ല. മനീഷ് ഗൾഫിൽ പോകാനും തയ്യാറല്ല. സ്ത്രീധനം അവന്റെ കയ്യിൽ കൊടുത്ത അവനത് എപ്പോ ദീപാവലി കുളിച്ച് കളഞ്ഞെന്ന് ചോദിച്ചാ മതി. അപ്പൊ എന്താണിത് പ്രശ്ന പരിഹാരം? മനീഷിനെ എങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും? അയാൾക്കെന്തോ തൊഴിലറിയാം. മനീഷേട്ടൻ ITA പാസ്സായതാ. ഷോ, എന്റെ പൊന്നുമോളെ, ഇപ്പൊ ITയും ഡിപ്ലോമയൊന്നും പോരാ പച്ച പിടിക്കാൻ. തുണിക്കട നടത്തി പരിചയമുണ്ടല്ലോ മനീഷിന്. തുണിക്കട പൂട്ടി പരിചയമുണ്ടെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഞാൻ ഈ കുടുംബത്തിലെ ബന്ധുവാണല്ലോ. തൽഫലമായി ചന്ദ്രയുടെ വീടിന്റെ ഒരു ബന്ധുവാണല്ലോ. അതുകൊണ്ടൊരു നിർദ്ദേശം വെക്കാം, ഒരു ഓഫർ. മനീഷിന് ഞാനൊരു ജോലി വാഗ്ദാനം ചെയ്യുക. ജോലിയോ? ആ, അതേ മോളെ, നല്ല ഒന്നാം തരം ജോലി. എന്ത് ജോലിയാ? തെറ്റിദ്ധരിക്കണ്ട, തടിപ്പണിയല്ല കേട്ടോ. പക്ഷെ തടിയുമായി ബന്ധപ്പെട്ട ഒരു പണിയാ. ഒരു ഫർണിച്ചർ ഷോറൂമിലായിരിക്കും ജോലി. അപ്പൊ ശമ്പളമൊക്കെ? ശമ്പളമുണ്ട്, മാന്യമായ തുക പ്രതിമാസം സാലറി കിട്ടും. ആട്ടെ, ചന്ദ്രയ്ക്ക് ഈ കാര്യത്തിൽ സമ്മതക്കുറവില്ലല്ലോ. ഒരു തൊഴിലിന്റെ കാര്യല്ലേ, എനിക്ക് സമ്മതമാണ്. മോക്കോ? എനിക്ക് സമ്മതമാ. എവിടെയാ മാമ ഷോറൂം? ആലപ്പുഴ കൈനഗിരി. പരിചയമുള്ള ആളുകളാണോ? കടയുടമസ്ഥൻ എന്നെയും എനിക്ക് അയാളെ നല്ല പരിചയമാ. കാരണം ഞങ്ങൾ പറഞ്ഞു വന്ന അച്ഛനും മോനുമാ. അതേ ചന്ദ്രികേ, എന്റെ മോൻ രാജേഷിന്, അതായത് അനിലയുടെ ഭർത്താവിന്, ഒരു ഫർണിച്ചർ കടയുണ്ട്. സുമിത്രയ്ക്കറിയാം. അവിടെ നോക്കി നടത്തിപ്പിന് ഒരാള് വേണം. ഷോറൂം മാനേജർ എന്നാ ജോലിയുടെ പേര്. മനീഷിന് ആ ജോലി കൊടുക്കാം. അതിനിപ്പോ രാജേഷ് സമ്മതിക്കുവോ? അവ എന്റെ മോനാ, സമ്മതിച്ചിരിക്കും. അളിയനാണെങ്കിലും സമ്മതിക്കും.
ശമ്പളത്തിന്റെ കാര്യം രാജേഷുമായിട്ട് ആലോചിച്ച് ഫിക്സ് ചെയ്യാം. എന്താ മോളെ? അത് മതി. ചന്ദ്രിക എന്തോ പറയുന്നു? കൈനഗരി ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എടി, മനീഷിനെ ഈ ജോലിക്ക് പറഞ്ഞയക്കേണ്ടത് നിന്റെ ജോലിയാ. അത് നീ പറഞ്ഞ് ശരിയാക്കണം. ആ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറുന്നത്. ഞാൻ നോക്കാം അമ്മേ. ദാണ്ടെ ഫർണിച്ചർ ഷോറൂമിന്റെ മാനേജറിനെ പറയാവൂ. അന്നേരം മനീഷ് എടുക്കും. അതൊക്കെ അവള് പറഞ്ഞ് ശരിയാക്കും കൈനഗരി. ഓക്കെ, ശമ്പളം ഒട്ടും കുറയത്തില്ല കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്. തേക്ക്, ഈട്ടി, മഹാഗണി, അകില്, വരിക്കപ്രാവ് മുതലായ വിലപിടിപ്പുള്ള തടികൾ കൊണ്ടൊട്ടാക്കിയ ഉരുപ്പടികളാ ഷോറൂം മുഴുവനും. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള സാധനങ്ങളാ. അതിന്റെ ചുമതലയുള്ള മാനേജരായി നിയമിക്കാൻ പോകുന്ന ആരെയാ? മനീഷ്. ഏത് മനീഷ്? പനക്കല മനീഷ്. എന്താണ് കക്ഷിയുടെ ബയോഡേറ്റ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വേണോ ചന്ദ്രികെ? പേർഷ്യക്ക് പോലുള്ള പണം മനീഷിനെ ഏൽപ്പിക്കാൻ വിശ്വാസമില്ലെന്ന് അമ്മ പറഞ്ഞു. കാരണം എന്താ? പണം ആ ചെറുപ്പക്കാരന്റെ ഒരു വീക്ക്നെസ് ആണ്. അമ്മായിയമ്മയ്ക്ക് മാത്രമല്ല, ഈ ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അങ്ങനെയുള്ള മനീഷിനെ ഒരു ഫർണിച്ചർ ഷോറൂം എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കും? ലക്ഷങ്ങളുടെ കളിയാ. അതുകൊണ്ട് ചന്ദ്രികെ, ദാണ്ടെ സ്നേഹം, കാര്യം. ഒരു ഡെപ്പോസിറ്റ് വേണം ഉദ്യോഗത്തിന്. മനസ്സിലായില്ല എന്നുണ്ടോ? ഈട് 2 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. നമ്മൾ ബന്ധുക്കളായതുകൊണ്ടായി ഈ സൗജന്യം. 2 ലക്ഷം രൂപ എന്ന് ഡെപ്പോസിറ്റ് തരുന്നു. പിറ്റേന്ന് മനീഷിനെ ഷോറൂം മാനേജരായിട്ട് നിയമിക്കും. ലൈലമോക്ക് സന്തോഷമായല്ലോ. അപ്പൊ പിന്നെ പൈസ നാളെ തന്നെ തരുമല്ലോ ചന്ദ്രിയെ? അല്ലയോ ചന്ദ്രിയെ? ഇല്ല, എനിക്ക് സോമേട്ടനോടൊന്ന് ചോദിക്കണം. അതിന്റെ എന്തോ കാര്യമാ? ചന്ദ്രികയല്ലയോ വീട്ടിലെ ധനകാര്യ മന്ത്രി. ഇത് എനിക്ക് തോന്നിയ പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അതിനു മുമ്പ് കൈനഗരിയിൽ വന്ന് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കട ഒന്ന് കാണുകയും വേണം. അപ്പോ സോമേട്ടൻ കൈനഗരിയെ വിളിക്കും. ഞാൻ പോട്ടെല്ലേ? ശരിക്കും അങ്ങനെ ഒരു കടയുണ്ടോ മാമ? സത്യത്തിൽ നിന്റെ അമ്മയുടെ ഉദ്ദേശം എന്താ? അമ്മയ്ക്കും അച്ഛനും എന്റെ കാര്യത്തിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. നിന്നെ പഠിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാമെന്നായിരിക്കും. കളിയാക്കൊന്നും വേണ്ട. മനീഷേട്ടനും അതൊക്കെ ആവാമായിരുന്നു. കുടുംബം നോക്കുന്ന ഒരാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണം, അതേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്ത് ജോലിയും ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ എന്നെ സ്നേഹിക്കുകയും വേണം. എടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ? സ്നേഹം ഉണ്ടായിരുന്നു മനീഷേട്ടന്. ആ, ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ സ്നേഹമില്ല. പറച്ചിലുണ്ട്. ശരിക്കുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മനീഷേട്ടൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. വരുന്നവരും പോകുന്നവരും ഇങ്ങനെ തട്ടിക്കയറാനും കുറ്റപ്പെടുത്താനും അവസരം ഉണ്ടാക്കില്ലായിരുന്നു. വരുന്നവരും പോകുന്നവരോ? നീ ഇപ്പൊ ഈ ചെയ്യുന്നതോ? ലൈല എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ? അല്ല,
മനീഷേട്ടന് തോന്നിയതാ. എനിക്ക് മടുത്തു എന്നുള്ളതാ സത്യം. മതിയായിടി. എന്നോടൊപ്പമുള്ള ജീവിതം നിനക്ക് മടുത്തെങ്കിലേ എനിക്ക് മതിയായി. മനീഷേട്ടൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു ജീവിതം ഇത്. നമ്മൾ ഒരുമിച്ചൊന്ന് പുറത്തു പോകാറുണ്ടോ? തുണിക്കടയിലോ സിനിമയ്ക്കോ എന്നെ കൊണ്ടുപോകാറുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം വെളിയിൽ പോയി കഴിച്ചിട്ടുണ്ടോ? എന്തിന്? ഒരു ഐസ്ക്രീം എങ്കിലും നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ദേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. അടുത്ത ഞായറാഴ്ച ആവട്ടെ, രാവിലെ നമ്മൾ ഇവിടുന്ന് പോവും. ആദ്യം മോർണിംഗ് ഷോ, അത് കഴിഞ്ഞ് കിടുക്കൻ ഒരു ഹോട്ടലിൽ നിന്ന് ലഞ്ച്, ഇതാണ്ടേ കൂടെ ഐസ്ക്രീമും. ഷോപ്പിങ്ങിന് പിന്നെ ഒരു ദിവസം പോവാം. സിനിമാ തിയേറ്ററിലും ഹോട്ടലിലും ഒക്കെ ഇപ്പൊ എല്ലാം ഫ്രീ ആണോ? അല്ല, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളവിടെ പോകുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ കാര്യം. എടി, നിന്നെ പോലെ സുന്ദരിയായൊരു ഭാര്യയെ വീട്ടിനകത്തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അണിയിച്ചൊരുക്കി കറങ്ങാൻ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. നാട്ടുകാരെ, ദേ ഇത് കണ്ടോ, ഇതാണ് എന്റെ ചന്തമേറിയ പ്രിയതമ എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ വെറുതെ നടന്ന കയ്യിൽ പൈസ ഉണ്ടാവോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിനൊരു അടിത്തറ ഉണ്ടാക്കിത്താ. ഞാനോ? നിന്റെ അമ്മയോട് പറ. അതല്ലേ ദുബായിലെ ജോലിക്ക് പോവാൻ അമ്മ പിന്നെയും പിന്നെയും പറയുന്നത്. ഓ, ഒരു ഒടുക്കത്തെ ദുബായ്. ആ നാശം പിടിച്ച സ്ഥലം കണ്ടുപിടിച്ചവനെ തല്ലണം. അതെ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്കും നിന്റെ അമ്മയ്ക്കും എന്നെ ദുബായിലേക്ക് പാക്ക് ചെയ്യാൻ എന്താ അത്ര ആവേശം? സത്യം പറയലേ, മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ നിങ്ങൾക്ക്? എന്താ മനീഷേട്ടാ? എന്നെ നാട് കടത്തിയിട്ട് ഏതെങ്കിലും പണക്കാരനെ കെട്ടാനേ പരിപാടി ഉണ്ടോന്നാ ചോദിച്ചേ. ഇങ്ങനെ തരം താഴ്ന്ന് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു മനീഷേട്ടാ? അങ്ങനെ വല്ല പദ്ധതി ഉണ്ടെങ്കിൽ അവനെയും തട്ടി ഞാനും ചാവും. നിന്റെ അച്ഛനും അമ്മേനെയും വെറുതെ വിടില്ല, അവരെയും തട്ടും. കൂട്ടം മരണമായിരിക്കും. മനീഷേട്ടാ, പേടിക്കണ്ട, നിന്നെ മാത്രം ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെ ഞാൻ വെറുതെ വിടും. നിന്നെ കൊല്ലാൻ പറ്റില്ല എനിക്ക്. മടിയുണ്ടായിട്ടൊന്നുമല്ല, അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ല നിന്നെ. നീ ചിലപ്പോ വിശ്വസിച്ചു കാണില്ല. പറഞ്ഞത് മനീഷാണല്ലോ. എനിക്ക് വിശ്വാസമാ. സത്യത്തില് മനുഷ്യൻ എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ്. അതാ എനിക്കും മനസ്സിലാവാത്തെ. ലൈല പറയാറുള്ളത് പോലെ ആകാശം വെട്ടിപ്പിടിക്കണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. ചില കൊച്ചു കൊച്ചു മോഹങ്ങൾ. ഒരു ഘട്ടമായപ്പോ ആ മോഹങ്ങളുടെ കൂട്ടത്തിൽ നീയും വന്നു ചേർന്നു. പിന്നെ എന്തു പറ്റി എനിക്ക്? മാറ്റം വരും മനീഷേട്ടാ. നമ്മള് മനസ്സ് വെച്ചാ ഏതിനും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്തോ പോരായ്മയുണ്ടെന്ന് സ്വയം തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി പുതിയൊരു ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചാൽ മതി. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ലൈല എന്നോട് നിൽക്കില്ലേ? വേറെ ആരും നിൽക്കാൻ? ഞാനുണ്ടാവും കൂടെ. നമുക്കൊരു ബേസ്മെന്റ് വേണം. സ്നേഹവും പ്രേമമൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനം ഇടാൻ വേണ്ടത് പണമാണ്. ലൈല ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ബാക്കി ഞാൻ തന്നെ നോക്കിക്കോളാം. എന്താന്ന് പറ. ചെയ്യാമെന്ന് എന്റെ തലയെ കൈവച്ച് പറ. അത് ശരി, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് തലയിലൊന്ന് കൈവയ്ക്കാൻ വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആദ്യം തലയെ കൈവയ്ക്ക്. എന്നെ ദുബായിക്ക് വിടാൻ ഉത്സാഹിച്ചിരിക്കല്ലേ നിന്റെ അമ്മ. അതിനു മാറ്റിവെച്ച തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ നീ എനിക്ക് വാങ്ങിത്താ. മനീഷേട്ടാ, എടി 1 ലക്ഷം രൂപ മതി. അതുകൊണ്ട് ഞാൻ നേടിക്കോളാം. 1 മാസത്തിനിടയിൽ എല്ലാവരെയും ഞെട്ടിക്കും ഞാൻ. ഒരു കുതിച്ചുകയറ്റമായിരിക്കും. ലൈലേ, എന്താ മനീഷേട്ടൻ അത്രയും പണം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറ. അതെനിക്കും അമ്മയ്ക്കും ബോധ്യപ്പെട്ട പൈസ വാങ്ങിച്ചു തരാം. അപ്പൊ നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ല. ഞാൻ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് വിശ്വാസവും ബോധ്യവും വരണം. കാരണം അമ്മയുടെ പണമാണ്.
സൂക്ഷിക്കുന്നതും അമ്മയാ. മനീഷിന്റെ തീരുമാനം അറിയാൻ കാത്തിരിക്കുക സോമേട്ടനും ഞാനും. അല്ല, ഒരഭിപ്രായം പറയാറായോ? എന്തഭിപ്രായം ഞാൻ പറയേണ്ടത്? അത് കൊള്ളാം. സ്വന്തം അഭിപ്രായം എന്താണെന്നറിയാൻ മറ്റൊരാളോടാണോ ചോദിക്കേണ്ടത്? ദുബായ് പോകുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. മനീഷ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിറ്റേന്ന് അതിനുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങും. ഏജന്റ് വഴിയാണോ കാര്യങ്ങള്? ഇന്നാള് ഞാൻ പറഞ്ഞത് മറന്നുപോയോ? സോമേട്ടന്റെ വല്യച്ഛന്റെ മോൻ ദുബായില് നല്ല നിലയിലാ. പ്രസന്നൻ ഏറ്റിട്ടുണ്ട് മനീഷിന്റെ കാര്യം. പുള്ളിക്കാരൻ ആളെങ്ങനെയാ ഈ പ്രസന്നൻ ചേട്ടൻ? ഭയങ്കര ഗൗരവക്കാരനാ, എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റാ. ഒരു സിഗരറ്റ് വലിക്കോ കള്ളു കുടിക്കോ ഒന്നും ചെയ്യില്ല. ആ, വേസ്റ്റ് കേസാ. എന്താ? ഓ, ഒന്നുമില്ല. ആ, എന്നിട്ടെന്താ? മനീഷ് റെഡി ആയാലുടൻ ജോലിക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും പ്രസന്നൻ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിട്ടാ മാത്രം മതി. ആരെ? നിന്നെ. ഓ, ശരിക്കും അതിനുള്ള പൈസയൊക്കെ കൈ കരുതിയിട്ടുണ്ടോ? പിന്നെ ചുമ്മാതാണോ ഞാൻ ഓരോന്ന് പറയുന്നത്? ഇയാളൊന്ന് നിന്ന് തന്നാ മാത്രം മതി, ബാക്കിയൊന്നും അറിയണ്ട. ഇനി ഗൾഫിന് വിട്ടെന്ന് കരുതി എനിക്കോ സോമേട്ടനോ മനീഷ് ഒരു പ്രത്യുപകാരവും ചെയ്യണ്ട. പോയിട്ട് വരുമ്പോ ഒരു സ്പ്രേ പോലും കൊണ്ടുവരണ്ട. അപ്പൊ ഞാൻ പോകുന്നുള്ള കാര്യം അങ്ങ് തീരുമാനിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? വാസ്തവത്തിൽ ഇതൊരു സ്പോൺസേഡ് പ്രോഗ്രാമാ. പട്ടിക്കുട്ടിയെ ബഹിരാകാശത്തേക്ക് കയറ്റി അയക്കുന്ന പോലെ എന്നെ ദുബായിലേക്ക് കയറ്റി അയക്കുന്നു. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒരു കര പറ്റണമെന്ന് മനീഷിന് ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള വഴി ഇതല്ല. സഹതാപത്തിന്റെ ഫലമായിട്ടുള്ള ഈ സഹായ പദ്ധതി ചേരാനേ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എല്ലാ ഒത്താശയും ചെയ്യുന്നു, പണം മുടക്കുന്നു, എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് വരെ വാങ്ങിച്ചു തരുന്നു. ഞാൻ സകലത്തിന് നിന്ന് തരുന്നു. അതൊന്നും ശരിയാവില്ല. മനുഷ്യേ, ശരിയാവണമെങ്കിൽ ലൈലയുടെ ജീവിതം കര പറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മനുഷ്യ പറ. ആ, യാത്രക്കുള്ള സജ്ജീകരണങ്ങൾ ഞാൻ തന്നെ നേരിട്ട് ചെയ്യണം. ചെയ്തോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? അതെ, അതിന് സ്പോൺസർഷിപ്പ് തുക എന്റെ കയ്യിലേക്ക് തരണം. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എനിക്ക് യാത്രക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം. ആരെങ്കിലും സ്വിച്ചിടുമ്പോ ചെണ്ട കൊട്ടുന്ന പാവയാകാനേ ഈ മനീഷിനെ കിട്ടില്ല. ചുരുക്കത്തില് പണം അത്രയും അങ്ങോട്ട് ഏൽപ്പിക്കണം. ആ, അതെ, അത്രേ ഉള്ളൂ. ആ കാശും കൊണ്ട് മനീഷ് സ്ഥലം വിടില്ലെന്ന് എന്താ ഉറപ്പ്? ഇതെന്തൊരു കഷ്ടമാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസ കാണാതെ കിടക്കുന്നവനൊന്നല്ല ഞാൻ. ലക്ഷക്കണക്കിന് രൂപ പുഷ്പം പോലെ കൈകാര്യം ചെയ്താണ് ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയത്. പുഷ്പം പോലെ ആ പൈസ മുഴുവനും കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതന്ന്. ഇപ്പോഴായാലും മനീഷിന് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല. പിന്നെ എന്തിനാ എന്നെ ദുബായിലേക്ക് അയക്കുന്നത്? അവിടെ ചെന്നാലും കിട്ടുന്ന പൈസ സൂക്ഷിക്കണമെന്നുണ്ടോ? ഇവിടത്തെ പോലെ മേലനങ്ങാതെ അവിടെ കയ്യിൽ കാശ് വന്ന് ചേരില്ല. നല്ലപോലെ അധ്വാനിക്കണം. സ്വന്തം നെറ്റിയിലെ വിയർപ്പ് പുരണ്ട പണത്തിനെ വിലയുണ്ടാവൂ. അത് കണ്ടമാനം ചെലവാക്കാൻ തോന്നില്ല. പ്രസന്നനൊട്ട് സമ്മതിക്കുകയില്ല. ചുരുക്കത്തില് എന്നെ നല്ല നടപ്പിന് വിടാനുള്ള പരിപാടിയാ. അത് നടക്കില്ല ലൈലയുടെ അമ്മേ. അപ്പൊ മനീഷിന് ദുബായി പോകാൻ വയ്യെന്നാണോ? ആ, അങ്ങനെ ഞാൻ പറഞ്ഞൊന്നുമില്ല. പോവാം. അതിനുള്ള ഒരുക്കങ്ങൾ എനിക്ക് നേരിട്ട് ചെയ്യണം. പൈസ മനീഷിന്റെ കയ്യിൽ തരാൻ ബുദ്ധിമുട്ടുണ്ട്. ആ, എന്നാ പോകാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. വലിയ കഷ്ടമായത്. അതെ, മഹാ കഷ്ടമാ. എന്റെ കൊച്ചിന്റെ ജീവിതം അന്ധകാരത്തിലാക്കി അടങ്ങൂന്നാണോ? ലൈല എന്തിനാ അന്ധകാരത്തിൽ നിൽക്കുന്നേ? ഇത്തിരി വെട്ടത്തോട്ട് മാറി നിൽക്കട്ടെ. അവൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനുള്ള ഇന്ധനം എന്നെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പം മോളെക്കാളും വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ പിടിവാശിയാ. മനീഷ് തന്നെ ഇത് പറയണം കേട്ടോ. ആ, ഞാൻ പറഞ്ഞല്ലോ. സോമേട്ടൻ കുറെ നാളായി ഒരു അഭിപ്രായം പറയുന്നു. ഇനി അതായിരിക്കും നല്ലത്. അതെന്താണാവോ?
പനയ്ക്കലെ താമസമാണ് മനീഷിനെ മടിയനാക്കുന്നത്. എത്ര വഴക്ക് പറഞ്ഞാലും വീട് കഴിഞ്ഞു പോകാനുള്ള വഴി സുമിത്രേച്ചി കണ്ടെത്തും. അതൊരു ലാക്കായി കണ്ടിരിക്കുക മനീഷ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ലൈലയും വിളിച്ചോണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. ആര്? മനീഷ്. എന്തിന്? നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കാം. എവിടെ? ഞങ്ങളുടെ വീട്ടില്. എന്തെങ്കിലും ഒരു തൊഴില് സോമേട്ടൻ കണ്ടുപിടിച്ചു തരും. വലിയ വരുമാനമൊന്നും വേണ്ട, ഉള്ളത് കൊണ്ട് മാന്യമായിട്ട് ജീവിക്കാം. ഞാൻ കോളനി വന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കണം. അതിനെന്താ കുഴപ്പം? എന്നാലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞല്ലോ. കോളനിയിലെ വീട്. ഛേ, അതേ വീട്ടിൽ ഇയാൾ ഒരാഴ്ച ഒളിച്ചു താമസിച്ച കാര്യം മറന്നോ? എന്ന്? നാട്ടുകാര് രാത്രിയില് നിന്നെ ഞങ്ങളുടെ വീടിന്റെ പുറകിന്ന് പിടികൂടിയപ്പോ, ലൈലയുമായി രഹസ്യ ഇടപാടാണെന്ന് അറിഞ്ഞപ്പോ അവര് നിന്നെ പിടിച്ചു കെട്ടിയിട്ടു. പിന്നെ ഒരാഴ്ച മനീഷ് ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. അന്ന് ഈ ഛേ പറഞ്ഞില്ല. ലൈലയുടെ വീട് സ്വർഗമായിരുന്നു. അന്നും അത് കോളനി തന്നെ ആയിരുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ ആരുമല്ല. ഇപ്പൊ ലൈലയുടെ ഭർത്താവാ. ഭാര്യയുടെ വീട്ടിൽ ദത്ത് നിൽക്കാൻ മാത്രമേ അധപ്പതിച്ചിട്ടില്ല മനീഷ്. അങ്ങനെ അങ്ങ് കൊച്ചാക്കരുത് തന്നെ. അതിനിപ്പോ എന്താ മനീഷേ? വേണ്ട, എന്നെ ഇൻസൾട്ട് ചെയ്തു നിങ്ങള്. ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. ഇത് ഞാൻ മറക്കൊന്നും കരുതണ്ട, ഒരിക്കലും മറക്കില്ല. മനീഷേ, ദത്ത് നിൽക്കാൻ, അതും ഈ മനീഷ്.